ക്ഷേത്രം പണി പൂർത്തിയായപ്പോൾ ക്ഷേത്രത്തിന്റെ ഉയരം കണ്ട് അന്താളിച്ച രാജാവ് ശില്പിയോട് ചോദിച്ചു, ഈ ക്ഷേത്രം എപ്പോഴെങ്കിലും താഴേക്ക് വീഴുമോ? എന്നാൽ ശില്പിയുടെ മറുപടി ക്ഷേത്രത്തിന്റെ നിഴൽ പോലും ഭൂമിയിലേക്ക് പതിക്കില്ലെന്നുള്ളതായിരുന്നു. പിൽക്കാലത്ത് അത് സത്യമായി ഇന്ന് ലോകത്തിലെ തന്നെ നിഴൽ വീഴാത്ത ക്ഷേത്രം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ മഹാവിസ്മയമായി തീർന്നിരിക്കുന്ന തഞ്ചാവൂർ പെരിയ കോവിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 1000 ആനകളും 5000 കുതിരകളും 1,30,000 പടയാളികളും 1.3 ലക്ഷം ടൺ കരിങ്കല്ലുകളും ഉപയോഗിച്ച് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ മഹാവിസ്മയം അതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ അഥവാ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബൃഹദീശ്വര ക്ഷേത്രം. എന്നാൽ ഉച്ച സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തഞ്ചാവൂർ പെരിയ കോവിലെത്തുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് കോവിലിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒറ്റ കല്ലിൽ തീർത്ത 81 ടൺ ഭാരമുള്ള ആ ഒരു മകുടം അതെങ്ങനെ അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് JCB പോലും ഇല്ല, അല്ലെ, ക്രെയിൻ പോലും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെ പ്ലേസ് ചെയ്തു എന്നുള്ളത് പലർക്കും സംശയം തോന്നാം. എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്തത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യും. തഞ്ചാവൂരിൽ നിന്നും ഏകദേശം 6.5 കിലോമീറ്റർ ദൂരെയുള്ള സരപല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നിർമ്മിച്ച ചരിഞ്ഞ ഒരു പ്രതലത്തിലൂടെയാണ് ഈ ശിലാഗോപുരത്തിന് മുകളിലേക്ക് ഈ മകുടം എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? അതായത് 6.5 കിലോമീറ്റർ ദൂരത്ത് നിന്നും ചരിഞ്ഞ ഒരു പ്രതലം ഈ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് നിർമ്മിക്കുകയും അതിലൂടെയാണ് ഈ മകുടം എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ തഞ്ചാവൂരൊക്കെ വരുമ്പോൾ ഇത്രയും മുകളിലെ ഈ മകുടം കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു സ്റ്റോറി, ഒരു 6.5 കിലോമീറ്ററിന്റെ സ്റ്റോറി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. തഞ്ചാവൂർ പെരിയ കോവിലിൽ എത്തിയാൽ അടുത്ത കാഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത വലിയ ഒരു നന്ദിയുടെ പ്രതിമയാണ് കേട്ടോ. ഏകദേശം 25 ടൺ ഭാരമുള്ള ഒറ്റക്കൽ പ്രതിമ 16-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏകദേശം 100ഓളം ഭൂഗർഭ വഴികൾ, അതായത് അണ്ടർഗ്രൗണ്ട് പാത്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കുറെ കാലമായി മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമാണ് കംപ്ലീറ്റ് ചെയ്തത്, തഞ്ചാവൂർ കോവിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ള കേട്ടോ. അപ്പൊ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ശബരി ദ ട്രാവലർ എന്നുള്ള ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ കേരളത്തിൽ നിന്ന് എങ്ങനെ തഞ്ചാവൂർ എത്തിച്ചേരാന്ന് വെച്ചാൽ KSRTC സർവീസ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ സർവീസും അവൈലബിൾ ആണ്.